കേരളത്തിൽ ഇനിയൊരു മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടാകുമോ? ഉണ്ടാകില്ല എന്ന് ഉറപ്പു പറയാൻ കഴിയുമോ? ഇതാണ് ഇപ്പോഴത്തെ ചർച്ച. മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണമെന്നും പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്നും NCP ആവശ്യപ്പെട്ടിട്ടുണ്ട്. NCPയുടെ സ്റ്റേറ്റ് ഘടകം ആവശ്യപ്പെട്ടു, കേന്ദ്ര ഘടകവും ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രി ഇതുവരെയും വഴങ്ങിയിട്ടില്ല. തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ മുഖ്യമന്ത്രി ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിക്ക് അതിൽ വിവേചനാധികാരമുണ്ട്. പക്ഷേ ഒരു കൂട്ടുകക്ഷി സർക്കാർ, ആ സർക്കാരിൻ്റെ ഒരു കീഴ്വഴക്കമനുസരിച്ച് ഒരു രാഷ്ട്രീയ കക്ഷി ഒരു മന്ത്രിയെ നിർദ്ദേശിച്ചാൽ അദ്ദേഹത്തെ മന്ത്രിയാക്കുക എന്നതാണ് കീഴ്വഴക്കം. പക്ഷേ എന്തുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രി അത് തെറ്റിക്കുന്നു? ഈ ചോദ്യമാണ് ഏറ്റവും പ്രധാനം. വളരെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി അത്തരമൊരു തീരുമാനമെടുത്തത്. ആ തീരുമാനം NCPയുടെ കേന്ദ്ര നേതൃത്വത്തെ എന്ന് വെച്ചാൽ ശരത് പവാറിനെ തന്നെ അറിയിക്കുകയും ചെയ്തു പ്രകാശ് കാരാട്ട് വഴി. പ്രകാശ് കാരാട്ടിനെ കാണാൻ ശരത് പവാർ ആഗ്രഹം പഠിപ്പിക്കുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു, കേരളത്തിലെ മന്ത്രിമാറ്റം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാത്തത് എന്ന കാര്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. തെളിവുകൾ സഹിതമാണ് ശരത് പവാറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതോടുകൂടി ശരത് പവാറും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോയി. അതിന് തെളിവാണ് തോമസ് കെ തോമസ് ശരത് പവാറിനെ കാണാൻ ദില്ലിയിൽ കാത്തിരുന്ന് കാണാൻ കഴിയാതെ തിരിച്ചു വന്നത്. അദ്ദേഹത്തിന് ശരത് പവാർ കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചില്ല. അങ്ങനെ അദ്ദേഹം തിരിച്ച് കേരളത്തിലേക്ക് വരികയും ചെയ്തിരുന്നു. അപ്പോഴും മുഖ്യമന്ത്രിയുടെ മുന്നിൽ LDFിലെ ഘടകകക്ഷിയായ NCP വെച്ച നിർദ്ദേശമുണ്ട്, എ കെ ശശീന്ദ്രൻ രാജിവെക്കുക, പകരം തോമസ് കെ തോമസ് മന്ത്രിയാകുക എന്ന്. NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയും മന്ത്രിയെ മാറ്റണമെന്ന നിലപാടിന് ഒപ്പമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഒരു കാര്യം വ്യക്തമായും പറഞ്ഞു, എ കെ ശശീന്ദ്രനെ പിൻവലിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഘടകകക്ഷിക്ക് ആവശ്യപ്പെടാം മന്ത്രിയെ പിൻവലിക്കുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചോട്ടെ. പുതിയ മന്ത്രി NCPയിൽ നിന്നുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഉണ്ടാകില്ല എന്ന് കൂടിക്കാഴ്ചയിൽ PC ചാക്കോവിനോട് തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എ കെ ശശീന്ദ്രൻ രാജിവെച്ചാൽ NCPക്ക് മന്ത്രി ഉണ്ടാകില്ല. അതുകൊണ്ട് ഉറപ്പായും പറയാം, മന്ത്രിസഭയിൽ ഇനിയൊരു പുനഃസംഘടന ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് തോമസ് കെ തോമസിനെ ഇത്രമാത്രം എതിർക്കുന്നത് മുഖ്യമന്ത്രി? അദ്ദേഹം എന്ന് വെച്ചാൽ തോമസ് കെ തോമസ് വലിയ കളി കളിച്ചു. കേരളത്തിൽ നിന്ന് LDFിൽ നിന്ന് 2 MLAമാരെ BJP പക്ഷത്തേക്ക് എന്ന് വെച്ചാൽ NCPയുടെ അജിത് പവാർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തി. 50 കോടി രൂപ ഓഫർ ചെയ്തു എന്നാണ് വിവരം. 50 കോടി രൂപ. ഒരു MLA തന്നെ, ആന്റണി രാജു MLA തന്നെ അത് പരസ്യമായി പറയുകയും ചെയ്തു, എന്നെ സമീപിച്ചിരുന്നു എന്ന്. മറ്റൊരു MLAയെയും സമീപിച്ചിരുന്നു, കോവൂർ കുഞ്ഞുമോനെ. അദ്ദേഹം പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ആന്റണി രാജു പറഞ്ഞു, എന്നെ സമീപിച്ചിരുന്നു. തോമസ് കെ തോമസ് ആണ് സമീപിച്ചത്. 25 കോടി രൂപ, 2 MLAമാർക്ക് 50 കോടി രൂപയാണ് ഓഫർ ചെയ്തത്. NCPയിൽ ചേരണം, അജിത് പവാർ പക്ഷത്ത് ചേരണം എന്നായിരുന്നു ആവശ്യം. എന്ന് വെച്ചാൽ പരോക്ഷമായി BJPയോടൊപ്പം ചേരണം എന്ന്. LDFിൽ നിന്നുകൊണ്ട് അത്തരമൊരു പണിയെടുത്ത ഒരാളെ എങ്ങനെയാണ് മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരിക? ഈ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ഈ ചോദ്യമാണ് NCPയുടെ കേരള ഘടകത്തോട് മുഖ്യമന്ത്രി ചോദിച്ചത്. ഈ ചോദ്യം തന്നെയാണ് ശരത് പവാറിനോട് പ്രകാശ് കാരാട്ടും ചോദിച്ചത്. പ്രകാശ് കാരാട്ടിനെ കാര്യങ്ങൾ കൃത്യമായും ബോധ്യപ്പെടുത്താൻ പിണറായി വിജയന് കഴിഞ്ഞു, മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശരത് പവാർ ആ നീക്കത്തിൽ നിന്ന് പുറകോട്ട് പോയതും. ഇനി ഒരു സംശയം വേണ്ട, മന്ത്രിസഭയിൽ ഒരു പുനഃസംഘടന ഉണ്ടാകില്ല. എ കെ ശശീന്ദ്രൻ രാജിവെച്ചാൽ ആ ഒഴിവ് അവിടെ തന്നെ കിടക്കും. അതല്ലെങ്കിൽ അതിലേക്ക് ഒരു CPI മന്ത്രി കൂടി വന്നുകൂടായികയില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി. അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എ കെ ശശീന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ എന്തുകൊണ്ടാണ് തോമസ് കെ തോമസ് മന്ത്രിയാകാത്തത് എന്ന് വിശദീകരിച്ചത്. ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ്. ഞാൻ മാറി നിന്നാൽ NCP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മന്ത്രിയില്ലാത്ത അവസ്ഥയുണ്ടാകും. അത് വേണോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞത്. ഒരു തരത്തിലും തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മതിക്കുന്നില്ല. അദ്ദേഹം ആ നീക്കത്തോട്, NCPയുടെ ആ തീരുമാനത്തോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് എ കെ ശശീന്ദ്രൻ ചെയ്തത്. എ കെ ശശീന്ദ്രന്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. എ കെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്തിരുത്തണമെന്ന് മുഖ്യമന്ത്രിക്ക് ഒരു വാശിയില്ല. ആകാൻ പോകുന്ന ആളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായം നടത്തിയത്. അല്ലാതെ എ കെ ശശീന്ദ്രനെ സംരക്ഷിക്കാൻ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുകയില്ല എന്നുള്ളൊരു നിലപാടല്ല. ഞാൻ മന്ത്രിസഭയിൽ തുടർന്നുകൊള്ളണമെന്ന് ഒരു നിർബന്ധവും ആളാണ് മുഖ്യമന്ത്രി.
അല്ല, മറ്റൊന്ന് മിനിസ്റ്ററെ, ഈ ഒരാൾ നന്നായി പ്രവർത്തിക്കുന്ന ഒരാൾ അയാളെ മാറ്റണം എന്താണ് അല്ല അത് അവർക്ക് അഭിപ്രായം പറയാമല്ലോ. ആർക്കും ഒരു മന്ത്രിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് അഭിപ്രായം പറയാം, പാർട്ടിക്ക് അഭിപ്രായം പറയാം, പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായം പറയാം. പക്ഷേ അദ്ദേഹത്തിന് എന്നെ സംരക്ഷിക്കണമെന്നൊരു വാശിയുടെ പുറത്താണ് എന്ന നിലക്കുള്ളൊരു പ്രചരണം വളരെ പതുക്കെ കടന്നു വരുന്നത് കൊണ്ടാണ് അങ്ങനൊരു വാശിയും ഒരു നിർബന്ധം അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് മന്ത്രി മാറ്റം സംബന്ധിച്ച് NCP ഉദ്ദേശിക്കുന്ന വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, റിസർവേഷൻസ് ഉണ്ട്. അങ്ങനെ റിസർവേഷനുള്ളൊരു വ്യക്തിയെ മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരാളുടെ മന്ത്രിസഭയിൽ അടിച്ചേൽപ്പിക്കുന്നത് സാധിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം യോഗം വിളിച്ചു കൂട്ടി ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല. അവിടെയാണ് അല്ല, അദ്ദേഹത്തിന് ചിലപ്പോൾ പിന്നെ എല്ലാവരെയും അഭിപ്രായം അറിയുന്നത് നന്നായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ആ കാര്യം പെട്ടെന്ന് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നേതൃത്വത്തിന് വിട്ടുകൊടുത്തൊരു കാര്യത്തിൽ പിന്നെ ജില്ലയിലായാലും സംസ്ഥാനത്തായാലും വീണ്ടും അഭിപ്രായ രൂപീകരണത്തിന് വേണ്ടി, അഭിപ്രായ പ്രകടനത്തിന് വേണ്ടി ഒരു ചർച്ച നടത്തുക. അത്തരം ചർച്ചകളാണ് ദൗർഭാഗ്യവശാൽ വാർത്തയായി വന്നു പോയത്. അതൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. മിനിസ്റ്ററെ, അതിനൊക്കെ പലപ്പോഴും നേതൃത്വം PC ചാക്കോ പക്ഷമൊക്കെയാണ്. അത് തോമസ് കെ തോമസിനെ മറയാക്കുകയാണോ? അല്ല, പിന്നെ അത് വേറെയാണല്ലോ. ഇപ്പം നമ്മുടെ മുമ്പിൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന ആവശ്യമാണ് പാർട്ടി പ്രവർത്തകർ ചർച്ച ചെയ്തത്. കാരണം ആവശ്യമല്ല, അദ്ദേഹത്തിന് ഒരു അവസരം നൽകണമെന്ന് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യത്തിൻ്റെ സാധ്യത നമ്മൾ പരിശോധിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. ആ സാധ്യതയുമായി മുഖ്യമന്ത്രിയെ സമീപിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അസന്തുഷ്ടി ഞങ്ങളെ അറിയിച്ചത്. അതിൻ്റെ കാര്യം നമ്മൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കേന്ദ്ര നേതൃത്വം അപ്പോൾ ഞങ്ങളോട് പറഞ്ഞത് CPIM-ൻ്റെ കേന്ദ്ര നേതൃത്വമായി അവിടെ നടത്തിയിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ, പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളെ പിന്നീട് അറിയിക്കാമെന്നാണ്. ആ ചർച്ച കഴിഞ്ഞ 17-ാം തീയതിയെ നടന്നിട്ടുള്ളൂ. അതിനിടയിൽ ഇങ്ങനെ കമ്മിറ്റികൾ കൂടുകയും ആലോചന നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യുമ്പോൾ അത് താഴെയുള്ള തലങ്ങളിൽ അത് ചർച്ചാ വിഷയമാകും. അത്തരമൊരു ചർച്ച ഒഴിവാക്കുന്നത് നല്ലത് എന്നുള്ളൊരു അഭിപ്രായമുള്ളൂ. അത് തെറ്റാന്നൊന്നും ഞാൻ പറയില്ല. കാരണം അദ്ദേഹം കരുതി കാണുന്ന പാർട്ടി അണികളുടെ കഴിയുന്നത്ര അണികളെ അറിയിച്ചുകൊണ്ടുള്ളൊരു ചർച്ചയായിരിക്കും നല്ലത് എന്ന അതെല്ലാം കാഴ്ചപ്പാടുകളുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിനടുത്ത് വെച്ചാൽ, പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതെൻ്റെ അഭിപ്രായം അതായിരുന്നു. എന്നാൽ അതാണ് കൂടുതൽ ഈ വാർത്തകൾ ചാനലുകളിൽ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിക്കാൻ ഇടയായത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്.